രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ ഇപ്പൊ ഒരു ഭക്തിമൂടാണ്. സർവവും അയ്യപ്പനിൽ സമർപ്പിച്ചൊരു തെരഞ്ഞെടുപ്പ് കാലം, അല്ല സോറി, സർവവും അയ്യപ്പനിൽ സമർപ്പിച്ചൊരു മണ്ഡലകാലം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അയ്യപ്പനോടൊപ്പം എല്ലാ അയ്യപ്പനിൽ സമർപ്പിച്ചിട്ടും ഒരു മെനവരില്ലല്ലോ കൊമ്രയുടെ. CPM-ന്റെ മുതിർന്ന നേതാവേ പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അഴിയണി കഴിഞ്ഞ അറസ്റ്റിലായതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനായി മാറില്ലല്ലോ. അങ്ങനെ പത്മകുമാറിന് ശിവൻകുട്ടി സഖാവ് ഗുഡ് സർട്ടിഫിക്കറ്റ്. പിന്നല്ല, പ്രതിസ്ഥാനത്ത് നമ്മുടെ കോമ്രേഡ്സ് ആണെങ്കിൽ തല താഴ്ത്തൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് മക്കളെ. പിന്നെ പ്രതിപക്ഷത്ത് എന്തെങ്കിലും പ്രശ്നം ആകുമ്പോഴത്തേക്കും പാർട്ടി എന്താ നടപടി എടുക്കാത്തതെന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോ പപ്പേട്ടന്റെ കാര്യത്തിൽ എങ്ങനെയാ ഈ നടപടിക്രമങ്ങളുടെ കാര്യത്തിലൊക്കെ ചർച്ച നടക്കണ്ട? ഇവിടെ ജില്ലാ കമ്മിറ്റി അല്ലല്ലോ യോഗം ചേർന്നത്, ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. എന്ത് നാണം കെട്ട പാർട്ടിയാണ് CPM. മോശയുടെ കുറ്റത്തിന് ജയിലിൽ കിടക്കണവരെതിരെ നടപടിയെടുക്കാത്ത പാർട്ടിയാണ്. എന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യവും പറഞ്ഞു നടക്കുവാണ്. പത്മകുമാർ ജയിലിൽ പോയപ്പോ പുറത്ത് ഇവിടെ പലരും പ്രാർത്ഥിച്ചോണ്ടിരിക്കായിരുന്നു. മൂപ്പരെ ജയിലിന്റെ പുറത്തേക്ക് വിടാനല്ല, ഉള്ളിയുടെ വായൊന്നും വീഴലണ്ടയ്യപ്പാന്ന്. ദൈവതുല്യരായിട്ടുള്ള ചില ആളുകള് ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു. ആരാണ് ദൈവതുല്യരായ ആളുകൾ എന്നൊക്കെ കേരള സമൂഹം തിരിച്ചറിയും. അങ്ങനെ ആദ്യത്തെ സൂചന കിട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ദൈവതുല്യരായ ആൾക്കാരാണുള്ളത്. അതാരായിരിക്കും? ജസ്റ്റ് മിനിറ്റ്, നിങ്ങൾക്കുള്ള അവസരം വരും, വെയിറ്റ് ചെയ്യേ. ഇതിപ്പോ ദൈവതുല്യരായ ആളെന്നൊക്കെ പറയുമ്പോ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി തന്ത്രിക്ക് കൊടുക്കണ്ടേ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസില് ഇത്രയും ഉടായ്പ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചങ്കും ചങ്കിടിപ്പായിരുന്നു തന്ത്രി. അവിടെ ഇങ്ങനെ ആറാടാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലൈസൻസ് കൊടുത്തത് ഈ തന്ത്രിയാണെന്നാണ് മൊഴി. വാവ്, നല്ലവരായ ഉണ്ണിമാരുടെ ലിസ്റ്റിലേക്ക് അടുത്തൊരാൾ കൂടി. കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല, എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. ഇതുപോലെയായിരുന്നു ആദ്യത്തെ നല്ലവനായ ഉണ്ണി പറഞ്ഞത്, ഓർമ്മയില്ലേ? ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ്, അതിനെക്കുറിച്ച് ഇപ്പൊ ഒരു അഭിപ്രായം പറയില്ല. ഇനി നിങ്ങൾ എത്ര പറഞ്ഞാലും ഇതിൽ മുകളിൽ എനിക്കൊന്നും പറയാനില്ല. നോക്കച്ച എന്തൊരു ചേർച്ച. തമാശക്കാരൻ. ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, ശരിക്കും ദൈവതുല്യനായി കാണാൻ പറ്റിയ ആള് തന്നെ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലങ്കൈയാണ് നമ്മുടെ ഈ ദൈവതുല്യൻ എന്നുള്ള വിവരമൊക്കെ അന്വേഷണ സംഘത്തിന് കിട്ടിക്കഴിഞ്ഞു. അപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ ക്ലൈമാക്സ് അല്ലല്ലേ ഇത്? ശരിക്കുള്ള കഥ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇതിപ്പോ മന്ത്രിമാരെ പൂട്ടാന്ന് വിചാരിച്ചിട്ട് ആസൂത്രകരൊക്കെ ആത്മീയത ലൈൻ പിടിച്ചവരാണല്ലോ. പ്രതിപക്ഷത്തിന്റെ പ്ലാനൊക്കെ പാളിയാ. തന്ത്രി കുറ്റം ചെയ്തതൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന തന്ത്രിമാരൊന്നും ശബരിമലയിൽ ഉള്ളതായിട്ട് ഒരു കംപ്ലൈന്റും ആരും വന്നിട്ടില്ല. പാവങ്ങള്, ഈ തന്ത്രി ബന്ധം പെട്ടെന്ന് ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ലെന്നേ. എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞിട്ട് വാസവൻ സഖാവിനെയും കടകംപള്ളിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു വിചാരിച്ചായിരുന്നു. അതും നടന്നില്ല. തന്ത്രിയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, ഈ സംഭവം കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോർഡ് മെമ്പർമാരെ അറിയിച്ചിരുന്നു, ദേവസ്വം വകുപ്പിനെ അറിയിച്ചിരുന്നു, അതായത് കടകംപള്ളി സുരേന്ദ്രനെ അറിയിച്ചിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് സ്വർണ്ണക്കൊള്ള കഥ ആരംഭിച്ചിട്ടേ ഉള്ളൂ, എല്ലാവർക്കും അവസരമുണ്ട്, എല്ലാരും തയ്പ്പിച്ചു വെച്ചോ എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കാം. 2019 ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുന്നേ അയ്യപ്പ സംഘമൊക്കെ നടത്തി മൊത്തത്തിലൊന്ന് വെളുപ്പിച്ചെടുക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതിനു മുന്നേ ഈ ചിലവരുടെ തട്ടിപ്പ് നാട്ടുകാരും മുഴുവനും അറിയുന്ന നമ്മുടെ കോൺഗ്രസ് സ്വപ്നേനും നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണ്. മുഖ്യമന്ത്രി ഒരു അക്ഷരം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല. മൗനോ? എല്ലാരും പ്രാർത്ഥനയിലാണ് മിസ്റ്റർ ചെന്നിത്തലാജി. അവർ കോമ്രേഡ്സ് റിപ്പീറ്റ്, കോമ്രേഡ്സ് എല്ലാവരും അയ്യപ്പന്റെ കൂടെയാണ്. യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതുവരെ സഖാക്കൾക്കിനി ഊണുമില്ല, ഉറക്കമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അയ്യപ്പനോടൊപ്പം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ. മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചവർ ഒന്നും കൂടെ അതിന്റെ ആക്കം കൂട്ടിക്കോ. തന്ത്രിയുടെ തന്ത്രമാണോ അതോ പോറ്റിയവരാണോ പെടാൻ പോണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.